Hello everyone, welcome back to yet another video of Natural Lines. Today I would like to deal with a poem which is entitled as Digging, and it is written by one of the famous Irish poet, that is Seamus Heaney. Once again, welcome to the video. So as usual, before moving to the poem, I would like to share some details regarding the poet, that is Seamus Heaney. Seamus Justin Heaney, from 1939 to 2013, was an Irish poet, translator and playwright. And his popular work is Death of a Naturalist. അപ്പോൾ ഷീമസ് ഹീനി എന്ന് പറയുന്ന റൈറ്റർ, അദ്ദേഹം ഒരു ഐറിഷ് റൈറ്ററാണ്, ഐറിഷ് പോയറ്റാണ്. ആൻഡ് പോയറ്റ് മാത്രമല്ല, അദ്ദേഹം ഒരു ട്രാൻസ്ലേറ്ററാണ്, പ്ലേ റൈറ്റാണ്. പിന്നെ അദ്ദേഹത്തിൻ്റെ ഏറ്റവും പോപ്പുലർ ആയിട്ടുള്ള വർക്ക് എന്ന് പറയുന്നത് ഡെത്ത് ഓഫ് എ നാച്ചുറലിസ്റ്റ് എന്നുള്ളതാണ്. ഇത് തന്നെയാണ് അദ്ദേഹത്തിൻ്റെ പോയറ്റിക് കരിയർ ആസ് എ റൈറ്റർ എന്നുള്ള രീതിയിലുള്ള ആ ഒരു കരിയർ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ അദ്ദേഹം പബ്ലിഷ് ചെയ്ത ഫസ്റ്റ് വർക്ക് ദിസ് ഡെത്ത് ഓഫ് എ നാച്ചുറലിസ്റ്റ് ആയിരുന്നു. ഈ വർക്കിലെ ഫസ്റ്റ് വർക്കാണ്, അല്ലെങ്കിൽ ഫസ്റ്റ് പോമാണ് നമ്മളിപ്പം ഡീൽ ചെയ്യാൻ പോകുന്ന ഡിഗിങ് എന്ന് പറയുന്ന പോം. ആൻഡ് ഹി റിസീവ്ഡ് നോബൽ പ്രൈസ് ഇൻ ലിറ്ററേച്ചർ ഇൻ ദ ഇയർ 1995. And his poetry is always connected to Irish history, culture, landscape and rural life. ഇദ്ദേഹത്തിൻ്റെ വർക്കിലെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ആസ്പെക്റ്റ് എന്ന് പറഞ്ഞാൽ ഹി ഓൾവേസ് ഗിവൻ ഇമ്പോർട്ടൻസ് ടു ഐറിഷ് ഹിസ്റ്ററി, അതുപോലെ തന്നെ ഐറിഷ് കൾച്ചർ, അതുപോലെ അവരുടെ ആ ഒരു ലാൻഡ്സ്കേപ്പും അതുപോലെ റൂറൽ ലൈഫിൻ്റെ ആ ഒരു ബ്യൂട്ടിയൊക്കെ അദ്ദേഹം എപ്പോഴും എന്താ പറയുക എടുത്തു കാണിക്കാനായിട്ട് ശ്രമിക്കാറുണ്ട്. എപ്പോഴും ഐറിഷ് പീപ്പിളിനെയും അല്ലെങ്കിൽ അയർലൻഡിനെയും കുറച്ചുകൂടി ഫോക്കസ് ചെയ്താണ് അദ്ദേഹത്തിൻ്റെ പോയട്രികൾ അല്ലെങ്കിൽ പോയംസിൽ നമുക്ക് കാണാൻ പറ്റുന്നത്. And one peculiarity is his ability to blend realism with a sense of mystery and use of oral imagery and a meditative sorrowful tone. അതായത് ഇദ്ദേഹത്തിൻ്റെ വർക്കിലെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറയുന്നത് അദ്ദേഹത്തിന് ഒരു പ്രത്യേക കേപ്പബിലിറ്റി ഉണ്ട്, അല്ലെങ്കിൽ ഒരു എബിലിറ്റി ഉണ്ട്. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഹി ഓൾവേസ് ബ്ലെൻഡ് റിയലിസ്റ്റിക് എലമെൻറ്റ്സ് വിത്ത് എ സെൻസ് ഓഫ് മിസ്റ്ററി. എപ്പോഴും റിയാലിറ്റിയുടെ കൂടെ മിസ്റ്ററി ബ്ലെൻഡ് ചെയ്യാനായിട്ട് അദ്ദേഹം ശ്രമിക്കാറുണ്ട്. ആൻഡ് അതൊരു എന്താ പറയുക, ഒരു കൈൻഡ് ഓഫ് ഒരു ഓറൽ ഇമേജറിയാണ്. ഓറൽ ഇമേജറി എന്ന് പറഞ്ഞാൽ ഒരു സെൻസ് ഓഫ് സൗണ്ട്, അതായത് അദ്ദേഹത്തിൻ്റെ വർക്ക്സിൽ നമുക്ക് കാണാൻ പറ്റും ഒരു എന്താ പറയുക, പ്രത്യേകിച്ച് ശബ്ദങ്ങളൊന്നും ഉണ്ടാക്കാതെ തന്നെ വാക്കുകൾ കൊണ്ട് എന്താ പറയുക, ആ ഒരു ഇമേജസ് നമ്മൾക്ക് ആ ഒരു കാര്യം ചെയ്യുമ്പോൾ ഉണ്ടാകുന്നൊരു ശബ്ദം ഉണ്ടല്ലോ, ആ ശബ്ദം നമുക്ക് ജസ്റ്റ് ആ വേർഡ്സ് അല്ലെങ്കിൽ പെറുക്കി പറയാതെ അദ്ദേഹം ചെയ്യുന്നതെന്ന് വെച്ചാൽ അദ്ദേഹത്തിൻ്റെ വാക്കുകൾ കൊണ്ട് അദ്ദേഹം ആ ശബ്ദം പുറപ്പെടുവിക്കും. ഒരു പ്രോസസ്സ്, എന്തെങ്കിലും ഒരു പ്രൊസീജിയറിൻ്റെ ആണെങ്കിലും അത്തരത്തിലുള്ള ഓറൽ ഇമേജറി, AURAL ആണ് കേട്ടോ. ഓറൽ ഇമേജറി എപ്പോഴും എന്താ പറയുക കൊണ്ടുവരാൻ പറ്റുന്ന ഒരു റൈറ്ററാണ് അദ്ദേഹം. പിന്നെ അദ്ദേഹത്തിൻ്റെ വർക്ക്സിലെല്ലാം ഒരു മെഡിറ്റേറ്റീവ് സോറഫുൾ ടോണാണ്. അതായത് ഭയങ്കരമായിട്ടുള്ളൊരു എന്താണ്, ഒരു ഹാപ്പിനെസ് ഒന്നും നമുക്ക് പറയാൻ പറ്റത്തില്ല, ഒരു സെൻസ് ഓഫ് സോറോ ഉണ്ടാവും, അല്ലെങ്കിൽ ഒരു കൈൻഡ് ഓഫ് ഒരു എലിജിയാക് ടോൺ എന്ന് പറയും. എന്തോ ഒരു വിഷമം എപ്പോഴും അദ്ദേഹത്തിൻ്റെ വർക്ക്സിൽ നമുക്ക് എടുത്ത് കാണാൻ പറ്റുന്നു. അത് അദ്ദേഹത്തിൻ്റെ ഒരു പെക്യുലാരിറ്റി കൂടിയാണ്. സോ ദാറ്റ് ഈസ് ഓൾ അബൌട്ട് ദി റൈറ്റർ ആൻഡ് ഐ എം മൂവിങ് ടു ദി പോം ഡിഗിങ്. Between my finger and my thumb the squat pen rests snug as a gun. അപ്പോൾ ആദ്യത്തെ സ്റ്റാൻസ് എന്ന് പറയുന്നത് 2 ലൈനിൽ വരുന്നതാണ്. അതായത് ബിറ്റ്വീൻ മൈ ഫിംഗർ ആൻഡ് മൈ തമ്പ്, അതായത് എൻ്റെ വിരലുകൾക്കിടയിൽ, എൻ്റെ തമ്പിൻ്റെയും അല്ലെങ്കിൽ എൻ്റെ ഫിംഗർ, എൻ്റെ വിരലിൻ്റെ ഇടയിൽ ദർ ഇസ് എ സ്ക്വാറ്റ് പെൻ റെസ്റ്റ്. അതായത് ഒരു സ്ക്വാറ്റ് പെൻ ഇരിക്കുന്നുണ്ട്. സ്ക്വാറ്റ് എന്ന് ഉദ്ദേശിക്കുന്നത് ഭയങ്കര ഷോർട്ടായിട്ടുള്ള, അല്ലെങ്കിൽ ഭയങ്കര തിക്കായിട്ടുള്ള, സ്റ്റേഡി ആയിട്ടുള്ള ഒരു പെൻ എൻ്റെ വിരലുകളുടെ ഇടയിലുണ്ട്. അതിങ്ങനെ റെസ്റ്റ് ചെയ്യുകയാണ്. ആൻഡ് ഇറ്റ് സ്നഗ് ആസ് എ ഗൺ. അതായത് ഈ ഒരു പെൻ എൻ്റെ കയ്യിലിരിക്കുന്നത് ഇറ്റ്സ് ലൈക്ക് എ ഗൺ, ഒരു തോക്ക് പോലെയാണ്, ഒരു ഗണ്ണ് പോലെയാണ്. ഇറ്റ് ഈസ് സ്നഗ് എന്ന് പറയുന്നത് സംതിങ് വെരി കംഫർട്ടബിൾ. ഒരു ഗണ്ണ് പിടിക്കുമ്പോൾ നമുക്കുണ്ടാകുന്ന ഒരു കംഫർട്ടബിൾ, അല്ലെങ്കിൽ വളരെ ടൈറ്റായിട്ട് നമ്മൾ ഭയങ്കര അതുമായിട്ട് യൂസ്ഡ് ആയിട്ടുള്ള ഒരാൾ എങ്ങനെയാണ് ഒരു ഗണ്ണ് യൂസ് ചെയ്യുന്നത്, അതുപോലെയാണ് എൻ്റെ കയ്യിൽ ഈ ഒരു പെൻ ഇരിക്കുന്നത്. സോ ഇവിടെ ഈ ഒരു പോം ഓപ്പൺ ചെയ്യുന്നത്, ദിസ് പെർട്ടിക്കുലർ പോം ഓപ്പൺസ് വിത്ത് എ സ്പീക്കർ ഹു ഈസ് എബൌട്ട് ടു സ്റ്റാർട്ട് റൈറ്റിംഗ്. അതായത് പേനയും പേപ്പറും വെച്ചിട്ട് എന്തോ എഴുതാൻ വേണ്ടി നിൽക്കുന്ന ഒരു കവി. അതാണ് നമ്മളുടെ ഈ ഒരു പോം സ്റ്റാർട്ട് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്ന ഒരു ഇമേജ്.
ഇമേജ്. അങ്ങനെ ഇരിക്കുന്ന ഒരാളാണ് നമ്മുടെ സ്പീക്കർ എന്ന് പറയുന്നത്. അപ്പോൾ അയാൾ പറയുകയാണ്, എൻ്റെ കയ്യിൽ ഈ വിരലുകളുടെ ഇടയിൽ ഈ പേന ഇങ്ങനെ ഇരിക്കുകയാണ്, ഒരു ഗണ്ണ് പോലെ അത്രയും പവർഫുള്ളായിട്ട് ഇരിക്കുകയാണ്. ഗണ്ണെന്ന് പറഞ്ഞാൽ ഇറ്റ് റെപ്രസെൻറ്റ്സ് വയലൻസ് അല്ലേ, ഭയങ്കര പവർഫുൾ ആയിട്ടുള്ള വെപ്പണാണ് ഗണ്ണെന്ന് പറയുന്നത്. അപ്പം ഗണ്ണിൻ്റെ ഒരു പോരാളി ഗണ്ണ് എങ്ങനെയാണ് പിടിക്കുന്നത്, അതുപോലെ തന്നെയാണ് എൻ്റെ കയ്യിൽ എൻ്റെ വിരലുകളുടെ ഉള്ളിൽ എന്തിരിക്കുന്നത്, ഈ പേന ഇരിക്കുന്നത്. സോ ഹി ആക്ച്വലി പോർട്രേസ് ഹിസ് കരിയർ ദാറ്റ് ഹീ ഈസ് എ റൈറ്റർ. അദ്ദേഹം റൈറ്റർ ആണെന്നാണ് അദ്ദേഹം അവിടെ കാണിക്കുന്നത്. ആൻഡ് അണ്ടർ മൈ വിൻഡോ എ ക്ലീൻ റാസ്പിംഗ് സൗണ്ട് വെൻ ദ spade sinks into gravelly ground, my father digging. അപ്പോൾ പിന്നെ പറയുകയാണ്, എൻ്റെ വിൻഡോൻ്റെ താഴെ അദ്ദേഹം ആ ജനാലയ്ക്കുള്ളിൽ നിന്ന് പുറത്തേക്ക് നോക്കുമ്പോൾ അദ്ദേഹം കാണുന്നത് എ ക്ലീൻ റാസ്പിംഗ് സൗണ്ട്, അതായത് വളരെ റാസ്പിംഗ് മീൻസ് വളരെ ഈ പറഞ്ഞ പോലെ ഹാർഷായിട്ടുള്ള ഒരു സൗണ്ട് അദ്ദേഹം കേൾക്കുകയാണ് അദ്ദേഹത്തിൻ്റെ വിൻഡോയിൽ ഇടയിലൂടെ അദ്ദേഹം നോക്കുമ്പോൾ. എന്താണത്? When the spade sinks into gravelly ground, my father digging. ആരാണ് അവിടെ നിൽക്കുന്നത്? അതായത് ജനലിന് പുറത്തുകൂടെ നോക്കുമ്പോൾ അദ്ദേഹം കാണുന്ന കാഴ്ച സ്പേഡ് എന്ന് ഉദ്ദേശിക്കുന്നത് അറിയാമല്ലോ, നമ്മൾ ഷവലൊക്കെ പോലെ നമ്മൾ കുഴിക്കാൻ വേണ്ടി ഉപയോഗിക്കുന്ന ടൂള്. ആ ടൂള് വെച്ചിട്ട് എൻ്റെ ഫാദർ എന്ത് ചെയ്യുവാണ്, എൻ്റെ അച്ഛൻ ഗ്രാവലി ഗ്രൗണ്ട്, അതായത് ഇങ്ങനെ കല്ലും ഒക്കെ നടന്ന് നിൽക്കുന്ന ഈ ഒരു പരുവരുത്ത ആ ഒരു റഫായിട്ടുള്ള ആ ഒരു ഗ്രൗണ്ട് എൻ്റെ അച്ഛൻ എന്താ ചെയ്യുക, ഇങ്ങനെ കുഴിച്ചുകൊണ്ടിരിക്കുകയാണ്, ഇങ്ങനെ എന്താ പറയുക, കിളച്ചുകൊണ്ടിരിക്കുകയാണ്. ആൻഡ് അത് അദ്ദേഹത്തിൻ്റെ ഫാദറാണ്. ആൻഡ് ഐ ലുക്ക് ഡൗൺ ടിൽ ഹിസ് ട്രെയിനിങ് റാമ്പ് എമംഗ് ദി ഫ്ലവർ ബെഡ്സ് ബെൻസ് ലോ, കംസ് അപ്പ് 20 years away, സ്റ്റൂപ്പിംഗ് ഇൻ റിതം ത്രൂ പൊട്ടറ്റോ ഡ്രിൽസ് വോ ഹി വാസ് ഡിഗിങ്. പിന്നെ അദ്ദേഹം എന്താ ചെയ്യുന്നത് വെച്ചിട്ടുണ്ടെങ്കിൽ, പിന്നെ നമുക്ക് മനസ്സിലാവുന്ന ഒരു കാര്യം അദ്ദേഹത്തിൻ്റെ ഫാദറിൻ്റെ ഹാർഡ് വർക്കാണ് പറയുന്നത്. അദ്ദേഹത്തിൻ്റെ ഫാദർ എടുക്കുന്ന ആ ഒരു ഗ്രേറ്റ് എഫേർട്ട്, ട്രെയിനിങ് എന്ന് പറയുന്നത് അദ്ദേഹം എടുക്കുന്ന ആ ഒരു എഫേർട്ട്, അദ്ദേഹം എന്തൊരു എഫേർട്ടാണ് എടുക്കുന്നത്. എന്നിട്ട് അദ്ദേഹം പറയുവാണ്, ഹി ജസ്റ്റ് ചേഞ്ചസ് ദ സിറ്റുവേഷൻ ഇൻ ടു 20 years ബാക്ക്. പിന്നീട് അദ്ദേഹം പറയുന്നത് 20 കൊല്ലം മുമ്പുള്ള കാര്യമാണ്. 20 കൊല്ലം മുമ്പും ഈ പറഞ്ഞ പോലെ തന്നെ എൻ്റെ അച്ഛൻ ഇത്രയും ഭംഗിയായിട്ട് തന്നെ എന്താ പറയുക, ഇതേ സെയിം കാര്യങ്ങൾ ചെയ്തുകൊണ്ടിരുന്നു. സോ ഇപ്പോഴും അയാൾ എന്താ ചെയ്യുന്നത്, എൻ്റെ അച്ഛൻ ഹീസ് ആക്ച്വലി കണ്ടിന്യൂയിങ് ദ സെയിം പ്രൊഫഷൻ, അല്ലെങ്കിൽ ആ ഒരു കണ്ടിന്യൂറ്റി മെയിൻറ്റെയിൻ ചെയ്യുന്നുണ്ട് എൻ്റെ ഫാദർ. ഓക്കെ, സോ ഹീസ് എംഫസൈസസ് ദാറ്റ് കണ്ടിന്യൂറ്റി ഓഫ് ഹിസ് ഫാദേഴ്സ് മൂവ്മെൻറ്റ്. അദ്ദേഹത്തിൻ്റെ ഫാദറിൻ്റെ ആ ഒരു മൂവ്മെൻറ്റിൻ്റെ ആ ഒരു കണ്ടിന്യൂറ്റി 20 വർഷം കഴിഞ്ഞിട്ടും അച്ഛൻ ഇത് തന്നെ ചെയ്തുകൊണ്ടിരിക്കുന്നു. അപ്പം അദ്ദേഹത്തിൻ്റെ പഴയ ഓർമ്മകളിലുണ്ട് അദ്ദേഹം ഈ പണി ചെയ്യുന്നത്. ഇപ്പോഴും എൻ്റെ ഫാദർ സ്റ്റിൽ ഡൂയിങ് ദ സെയിം വർക്ക്, ഈ ഒരു വർക്ക് തന്നെയാണ് എൻ്റെ അച്ഛൻ ഇപ്പോഴും ചെയ്തുകൊണ്ടിരിക്കുന്നത്. And the coarse boot nestled on the lug, the shaft against the inside knee was levered firmly. ഇനി പറയുവാണ് എങ്ങനെയാണ് അദ്ദേഹത്തിൻ്റെ ഫാദർ ഇത് എങ്ങനെയാണ് ഇങ്ങനെ കുഴിക്കുന്നത് എന്നുള്ളത്. അദ്ദേഹം എന്താ ചെയ്യുന്നത്, ദി കോഴ്സ് ബൂട്ട് എന്ന് പറയുന്നത് ഒരു റഫായിട്ടുള്ള ബൂട്ട്, ചെളിയൊക്കെ ആയ അല്ലെങ്കിൽ നമ്മൾ പാടത്തും അല്ലെ പറമ്പിലൊക്കെ യൂസ് ചെയ്യുന്ന ആ ബൂട്ടിനെയാണ് പറയുന്നത് കോഴ്സ് ബൂട്ട് എന്ന് പറയുന്നത്. അദ്ദേഹം അതെന്താ ചെയ്യുന്നത്, ബൂട്ട് നെസിൽഡ് ഓൺ ദി ലഗ്, that shaft against the inside knee was levered firmly. അദ്ദേഹത്തിൻ്റെ ആ ഒരു നിൽപ്പ്, അദ്ദേഹത്തിൻ്റെ കാല് എടുത്തു വയ്ക്കുന്നതും അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ ആ ഒരു കുനിഞ്ഞുള്ള നിപ്പും അതൊക്കെയാണ് പറയുന്നത്. എങ്ങനെയാണ് അദ്ദേഹം വളരെ ബ്യൂട്ടിഫുള്ളായിട്ട് ഈ വർക്ക് ചെയ്യുന്നത്. ഹൗ ഹിസ് ഫാദർ ഷവൽ ഫിറ്റ്സ് എഗെയിൻസ്റ്റ് ഹിസ് ബൂട്ട് ആൻഡ് ലെഗ്. അയാളുടെ ബൂട്ടിനും ലെഗിനും ഇടയിലൊക്കെ എങ്ങനെയാണ് ഈ ഷവൽ ഇത്ര ബ്യൂട്ടിഫുള്ളായിട്ട് വർക്ക് ചെയ്യുന്നത് എന്നൊക്കെ ആ ഒരു സ്കില്ലാണ് അവിടെ കാണിക്കുന്നത് ഫാദറിൻ്റെ. And he rooted out tall tops, buried the bright edge deep to scatter new potatoes that we picked, loving their cool hardness in our hands. എന്നിട്ട് അച്ഛൻ എന്താ ചെയ്യുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഹീ റൂട്ടഡ് ഔട്ട്, അതായത് അദ്ദേഹം റിമൂവ് ചെയ്യാണ് ടോൾ ടോപ്സ്, അതായത് പഴയ പല കാര്യങ്ങളും നമുക്ക് നേരത്തെ നട്ടതും ഒക്കെ അവിടെ ഉണ്ടാവും. അപ്പോൾ അതൊക്കെ അദ്ദേഹം മാറ്റിയിട്ട് ഹി ബറീഡ് ദ ബ്രൈറ്റ് എഡ്ജ് ഡീപ്പ് ടു സ്കാറ്റർ ന്യൂ പൊട്ടറ്റോസ്. പുതിയ പൊട്ടറ്റോ ഉണ്ടാവാൻ വേണ്ടിയിട്ട് അദ്ദേഹം ഒരുക്കുകയാണ് അദ്ദേഹത്തിൻ്റെ ഈ ഒരു നിലത്തെ അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ ഈ മണ്ണിനെ അദ്ദേഹം ഒരുക്കുകയാണ്, പുതിയ വിളവെടുക്കാനുള്ള ആ ഒരു പ്രാപ്തിയിലേക്ക് ലാൻഡിനെ കൊണ്ടുവരുവാണ്. എന്നിട്ട് അദ്ദേഹം പറയുന്നുണ്ട് ടു സ്കാറ്റർ ന്യൂ പൊട്ടറ്റോസ് ദാറ്റ് വി പിക്ഡ്, ലവിങ് ദെയർ കൂൾ ഹാർഡ്നെസ് ഇൻ അവർ ഹാൻഡ്സ്. അപ്പോൾ അദ്ദേഹം പറയുവാണ് ആ പൊട്ടറ്റോസാണ് അദ്ദേഹം എന്താ പറയുക ഈ കിളച്ച് എടുക്കുന്ന അല്ലെങ്കിൽ അദ്ദേഹം കുഴിച്ചിടുന്ന റൂട്ട്സ് ഉള്ള ആ പൊട്ടറ്റോ, ഇതൊക്കെയാണ് ഞങ്ങൾ പിക്ക് ചെയ്യുന്നതെന്ന് പറയും. ഞങ്ങളെന്ന് ഉദ്ദേശിക്കുന്നത് പണ്ട് പോയിറ്റിൻ്റെ സിബ്ലിങ്സൊക്കെ ആവാം, ഫ്രണ്ട്സ് ആവാം, നെയ്ബേഴ്സ് ആവാം, അതാരാണെന്ന് പറഞ്ഞിട്ടില്ല.
സോ അദ്ദേഹത്തിൻ്റെ ഫ്രണ്ട്സാണെന്ന് നമുക്ക് വിചാരിക്കാം. അപ്പോൾ ഇവരെല്ലാവരും കൂടി ചേർന്ന് പണ്ട് ഈ അച്ഛൻ അന്നും ചെയ്തിരുന്നത് ഇതേ ജോലി തന്നെ, ഇന്നും ചെയ്യുന്നത് ഇതേ ജോലി തന്നെ. അപ്പോൾ അന്നും ഇന്നും ഞങ്ങൾ ഇതെല്ലാം എന്ത് ചെയ്യുമായിരുന്നു, ഇങ്ങനെ പിക്ക് ചെയ്യുമായിരുന്നു. ഞങ്ങളിങ്ങനെ ഈ പറമ്പിലിങ്ങനെ ഡിഗ് ചെയ്യുമ്പോൾ കിട്ടുന്ന ഈ പൊട്ടറ്റോസൊക്കെ ഞങ്ങൾ കളക്ട് ചെയ്യുമായിരുന്നു. ആൻഡ് ലവിങ് ദെയർ കൂൾ ഹാർഡ്നെസ് ഇൻ അവർ ഹാൻഡ്സ്. ഇന്നും അതിൻ്റെ ആ ഒരു തണുത്ത ആ ഒരു ഹാർഡ്നെസ്, അല്ലെങ്കിൽ അതിൻ്റെ ആ ഒരു ബ്യൂട്ടി, അല്ലെങ്കിൽ ആ ഒരു അത് തൊടുന്ന ആ ഒരു ഭംഗി, അതൊക്കെ ഞങ്ങൾ ഇന്നും എൻ്റെ ലൈഫിൽ ഞാൻ ഓർക്കാൻ ഇഷ്ടപ്പെടുന്ന മെമ്മറീസാണ് എന്നാണ് അദ്ദേഹം പറയുന്നത്. ആൻഡ് നെക്സ്റ്റ് ആൻസർ, ബൈ ഗോഡ് ദ ഓൾഡ് മാൻ കുഡ് ഹാൻഡിൽ എ സ്പെയിൻ ജസ്റ്റ് ലൈക്ക് ഹിസ് ഓൾഡ് മാൻ. അപ്പം ഇനി അടുത്ത് പറയുവാണ്, ഓക്കെ, ദൈവത്തിൻ്റെ കൃപയാൽ അല്ലെങ്കിൽ ദൈവത്താലേ ദ ഓൾഡ് മാൻ കുഡ് ഹാൻഡിൽ എ സ്പെയ്ഡ്. അതായത് എൻ്റെ അച്ഛൻ ഈ ഒരു സ്പെയ്ഡ് ഹാൻഡിൽ ചെയ്യുവാണ്. അതായത് ഈ ഒരു പാര അല്ലെങ്കിൽ ഈ ഒരു ഷവൽ അദ്ദേഹം ഇപ്പോഴും ഹാൻഡിൽ ചെയ്യുന്നു, ജസ്റ്റ് ലൈക്ക് ഹിസ് ഓൾഡ് മാൻ. അതായത് എൻ്റെ ഫാദർ ചെയ്തിരുന്നതും ഇത് തന്നെയാണ് എന്നാണ് ആ ഒരു ലൈനിൽ നമുക്ക് മനസ്സിലാവുന്നത്. അതായത് കാലാകാലങ്ങളായിട്ട് ഇൻഹെറിറ്റഡ് ആയിട്ട്, അല്ലെങ്കിൽ എന്താ പറയുക, ട്രഡീഷണലി ഇവർക്ക് കൈമാറി വന്നൊരു ജോലിയാണിത്, ഈ ഒരു കിളക്കുക അല്ലെങ്കിൽ കുഴിക്കുക എന്നുള്ളത്. സോ എൻ്റെ അച്ഛനും മുത്തച്ഛനും ഇതേ സ്പെയ്ഡ് തന്നെ കൈകാര്യം ചെയ്ത് പോന്നിരുന്നവരാണ് എന്നാണ് അദ്ദേഹം ഉദ്ദേശിക്കുന്നത്. ആൻഡ് ദ നെക്സ്റ്റ് ആൻസർ, മൈ ഗ്രാൻഡ് ഫാദർ കട്ട് മോർ ടർഫ് ഇൻ എ ഡേ ദാൻ എനി അതർ മാൻ ഓൺ ടോണേഴ്സ് ബോഗ്. ഇനി അദ്ദേഹത്തിൻ്റെ ഗ്രാൻഡ് ഫാദറിനെ പറ്റി പറയുകയാണ്. ഗ്രാൻഡ് ഫാദർ ആയിരുന്നു ആ നാട്ടിലെ, അല്ലെങ്കിൽ അവരുടെ ആ ഒരു ലൊക്കാലിറ്റിയിലെ ഏറ്റവും കൂടുതൽ ടർഫ് എന്ന് പറയുന്നത് ഈ ഒരു ഗ്രാസിൻ്റെ ലെയർ കുഴിച്ചെടുത്തിരുന്നത്, അല്ലെങ്കിൽ ഈ ഒരു വെറ്റായിട്ടുള്ള ഇങ്ങനെ മാർഷി ഏരിയാസിലൊക്കെ ഇങ്ങനെ എന്താ പറയുക, പുല്ലിങ്ങനെ പിടിച്ചു വെക്കുമല്ലോ, ആ പുല്ലിൻ്റെ ഗ്രാസിൻ്റെ ഈ ഒരു ലെയർ വളരെ ബ്യൂട്ടിഫുൾ ആയിട്ട് ഇദ്ദേഹത്തിൻ്റെ മുത്തശ്ശൻ ഇങ്ങനെ എന്താ പറയുക ഷവൽ വെച്ച് കട്ട് ചെയ്ത് എടുക്കുമായിരുന്നു. അദ്ദേഹം ഭയങ്കര ഹാർഡ് വർക്കിംഗ് ആയിട്ടുള്ള മനുഷ്യനായിരുന്നു. ആൻഡ് ഈസ് എ വെരി പവർഫുൾ മാൻ ദാൻ എനി അതർ മാൻ ഓൺ ടോണേഴ്സ് ബോഗ്. ഇവരുടെ ടോണേഴ്സ് ബോഗ് എന്ന് പറയുന്നത് ഒരു പീറ്റ് ബോഗാണ്. അതായത് നമ്മൾ ഈ വെറ്റായിട്ടുള്ള അല്ലെങ്കിൽ സ്പോഞ്ചി ആയിട്ടുള്ള ലാൻഡിനെയാണ് നമ്മൾ ഈ പീറ്റ് ബോഗ് എന്ന് പറയുന്നത്. സോ അത് തന്നെയാണ് ഇവിടെ ടോണേഴ്സ് ബോഗ് എന്ന് പറയുന്നത്. അപ്പോൾ അത്തരത്തിലുള്ള സ്ഥലത്ത് പോയിട്ട് എന്താ പറയുക, ഈ നനഞ്ഞ അല്ലെങ്കിൽ ഈ ഒരു നനുത്ത ഈ ഒരു ഗ്രാസിൻ്റെ ലെയർ നീക്കം ചെയ്തിരുന്നതാണ് ഇദ്ദേഹത്തിൻ്റെ ഫാദറിൻ്റെയും ജോലി. അപ്പോൾ ഇത് ഇങ്ങനെ റിമൂവ് ചെയ്യുന്നതിൽ ഭയങ്കര മിടുക്കനായിരുന്നു ഗ്രാൻഡ് ഫാദർ. പിന്നെ അദ്ദേഹത്തിൻ്റെ ഒരു പഴയ ഓർമ്മ പറയുവാണ്. വൺസ് ഐ ക്യാരിഡ് ഹിം മിൽക്ക് ഇൻ എ ബോട്ടിൽ കോബ്ഡ് സ്ലോപ്ലി വിത്ത് എ പേപ്പർ. ഒരു ദിവസം അദ്ദേഹം ഇങ്ങനെ പണിയെടുത്തുകൊണ്ടിരിക്കുന്ന സമയത്ത് ലാൻഡിൽ ഇദ്ദേഹം എന്താ പറയുക ഒരു ബോട്ടിലിൽ പാല് നിറച്ചിട്ട് അദ്ദേഹത്തിന് കൊണ്ടുപോയി കൊടുത്തു. അതായത് വർക്ക് ചെയ്യുന്നതിൻ്റെ ഇടയിൽ കുടിക്കാൻ വേണ്ടിയിട്ട്. ആൻഡ് ആ ഒരു ബോട്ടിൽ കവർ ചെയ്തിരുന്നത് ജസ്റ്റ് പേപ്പർ വെച്ചിട്ട് ഇങ്ങനെ ജസ്റ്റ് ഒന്ന് അടച്ചു വെച്ചു എന്നാണ് അദ്ദേഹം പറയുന്നത്. And he straightened up to drink it, then fell to right away, nicking and slicing neatly, heaving swords over his shoulder, going down and down for the good turf digging. അപ്പം ഇദ്ദേഹം ഈ പാല് കൊണ്ടുവന്ന് കൊടുത്തപ്പം അദ്ദേഹം ഇങ്ങനെ കുനിഞ്ഞിരുന്ന് വർക്ക് ചെയ്തുകൊണ്ടിരിക്കുമായിരുന്നു. പക്ഷേ ഇദ്ദേഹം ഇത് കൊണ്ടുവന്നപ്പോഴേക്കും അത് ആ കോർക്കെടുത്ത് മാറ്റിയിട്ട് അദ്ദേഹം ആ മിൽക്ക് മുഴുവനും കുടിച്ചിട്ട് വീണ്ടും അദ്ദേഹം ഹാർഡ് വർക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അദ്ദേഹം വേറെ ഒന്നും നോക്കുന്നില്ല. അല്ലെങ്കിൽ നമ്മൾ വർക്ക് ചെയ്യുന്നതിനിടയിൽ നമുക്കൊരു ജസ്റ്റ് ഒരു കുറച്ച് മിനിറ്റ് കിട്ടിയാലും നമ്മൾ എന്താ ചെയ്യുക, നമ്മളൊന്ന് റെസ്റ്റ് എടുക്കും അല്ലേ, ഒരു ഫുഡ് ഐറ്റം കഴിക്കാനാണെങ്കിൽ പോലും, അല്ലെങ്കിൽ വെള്ളം കുടിക്കാൻ പോലും. പക്ഷേ ഇദ്ദേഹം അങ്ങനെയല്ല, കുഞ്ഞു നിന്നുകൊണ്ട് ഈ പാല് കുടിച്ച് ഇങ്ങനെ നേരെ നിന്ന് വീണ്ടും അദ്ദേഹം എന്താ ചെയ്തുകൊണ്ടിരിക്കുന്നത്, സെയിം കാര്യം റിപ്പീറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അത് പോയിട്ടിൻ്റെ ഉള്ളിൽ ഇന്നും ഓർമ്മ മായാതെ കിടക്കുന്നുണ്ട്. And the next stanza, the cold smell of potato mould, the squelch and slap of soggy peat, the curds of an edge through living roots awaken in my head. അപ്പോൾ ഇതൊക്കെ എനിക്ക് എങ്ങനെ മറക്കാൻ പറ്റും? അതായത് ഈ പറഞ്ഞ പോലെ കോൾഡ് സ്മെൽ ഓഫ് പൊട്ടറ്റോ, അതായത് പൊട്ടറ്റോ വിളവെടുത്ത് കഴിയുമ്പോൾ ഉണ്ടാകുന്ന ആ ഒരു സ്മെല്ല്, ദ സ്ക്വെൽച്ച് ആൻഡ് സ്ലാപ്പ് ഓഫ് സ്ലോഗി പീറ്റ്, അതായത് സോഫ്റ്റ് ആയിട്ടുള്ള ആ ഒരു എന്താ പറയുക സക്കിങ് സൗണ്ടിനെയാണ് ഇവിടെ സ്ക്വെൽച്ച് എന്ന് പറയുന്നത്. മണ്ണ് കിളക്കുമ്പോൾ ഉണ്ടാകുന്ന ആ ഒരു സൗണ്ട്, അതുപോലെ അത്രയും സോഗി പെറ്റ്, അത്രയും വെറ്റായിട്ടുള്ള ആ പീറ്റ് അല്ലെങ്കിൽ ആ ഒരു നിലം, അതുപോലെ തന്നെ കേർഡ്സ് ഓഫ് ആൻ എഡ്ജ് ത്രൂ ലിവിങ് റൂട്ട്സ് അവേക്കൻ മൈ ഹെഡ്. അപ്പോൾ ഇത്തരത്തിലുള്ള ഓർമ്മകളൊക്കെ എനിക്ക് മറക്കാൻ പറ്റില്ല. അതായത് മണ്ണ് കിളക്കുന്ന ശബ്ദം, പൊട്ടറ്റോ ആൻഡ് മൗൾഡിൻ്റെ കോൾഡ് സ്മെല്ല്, തണുത്ത നിലം, മടിയായിട്ടുള്ള ഏരിയ, അതൊക്കെ അദ്ദേഹത്തിൻ്റെ ഓർമ്മകളിൽ ഇപ്പോഴും ഉണ്ട്. ബട്ട് ഐ ഹാവ് നോ സ്പേഡ് ടു ഫോളോ മെൻ ലൈക്ക് ദം. പക്ഷേ എൻ്റെ അച്ഛനെയും എൻ്റെ ഗ്രാൻഡ് ഫാദറിനെയും ഗ്രാൻഡ് ഫാദറിനെയും പോലെ ഞാൻ വർക്ക് ചെയ്യാനായിട്ട് സ്പെയ്ഡ് അല്ല തിരഞ്ഞെടുത്തത്. ഞാൻ ഷവലോ അല്ലെങ്കിൽ അത്തരത്തിലുള്ള പാരയോ ടൂളോ ഒന്നും അല്ല എടുത്തത്. അവരെ ഞാൻ എന്ത് ചെയ്യുന്നില്ല, ഫോളോ ചെയ്യുന്നില്ല.
ബിറ്റ്വീൻ മൈ ഫിംഗർ ആൻഡ് മൈ തം ദ സ്ക്വാറ്റ് പെൻ റെസ്റ്റ് ഐ ഡിഗ് വിത്ത് ഇറ്റ്. പിന്നെ അദ്ദേഹം എന്താ ചെയ്യാൻ പോകുന്നത്, അദ്ദേഹത്തിൻ്റെ വിരലുകളുടെ ഇടയിൽ ഉറങ്ങുന്ന അല്ലെങ്കിൽ അറിയാതെ കിടക്കുന്ന ഈ പേന, ദ സ്ക്വാറ്റ് പെൻ, വളരെ എന്താ പവർഫുൾ ആയിട്ടുള്ള ഈ ഒരു പെൻ ഇരിക്കുകയാണ്. അപ്പം എൻ്റെ ആയുധം, എൻ്റെ ടൂൾ എന്ന് പറയുന്നത് സ്പെയ്ഡ് അല്ല, മൈ ടൂൾ ഈസ് മൈ പെൻ, ദറ്റ് ഇസ് ഐ എം എ റൈറ്റർ, സോ ഐ ഡിഗ് വിത്ത് ഇറ്റ്. ഇതുകൊണ്ട് ഞാൻ കുഴിക്കും, അല്ലെങ്കിൽ ഇതുകൊണ്ടാണ് ഞാൻ എന്ത് ചെയ്യാൻ പോകുന്നത്, എൻ്റെ ഒരു ഉപജീവന മാർഗ്ഗം അല്ലെങ്കിൽ എൻ്റെ പുതിയൊരു കരിയർ അല്ലെങ്കിൽ എൻ്റെ ഒരു വർക്ക് സ്പേസ് എന്ന് പറയുന്നത് ഇതാണ്. ആസ് എ റൈറ്റർ അല്ലെങ്കിൽ ഒരു റൈറ്റിംഗ് കരിയറിനെയാണ് ഞാൻ ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത്. സോ ഞാൻ ഇത് വെച്ച് ഡിഗ് ചെയ്യുമെന്ന് പറഞ്ഞിട്ടാണ് പോയറ്റ് ഈ ഒരു പോം എൻഡ് ചെയ്യുന്നത്. സോ ഐ എം മൂവിങ് ടു ദി മേജർ തീംസ്. ആദ്യത്തെ തീം എന്ന് പറയുന്നത് ഫാമിലി ആൻഡ് ഇൻഹെറിറ്റൻസ്. അതായത് ഈ ഒരു പോയത്തിൽ അദ്ദേഹം കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുത്തിരിക്കുന്നത് അദ്ദേഹത്തിൻ്റെ ഫാമിലി റൂട്ട്സിനാണ്. അതുപോലെ തന്നെ ഇൻഹെറിറ്റൻസ്, അതായത് ഹി ഫോക്കസ് സ്ട്രോങ്ലി ഓൺ വാട്ട് ദ സ്പീക്കർ ഹാസ് ഇൻഹെറിറ്റഡ് ഫ്രം ഹിസ് ഫാദർ ആൻഡ് ഗ്രാൻഡ് ഫാദർ. ഫാദറിൽ നിന്നും ഗ്രാൻഡ് ഫാദറിൽ നിന്നും എന്താണ് ഇൻഹെറിറ്റ് ചെയ്തത്, അല്ലെങ്കിൽ എന്താണ് അവരുടെ ആ ഒരു പൈതൃകം, അല്ലെങ്കിൽ അവരുടെ ജോലി എന്തായിരുന്നു, ഈ ഒരു കോൺസെപ്റ്റൊക്കെയാണ് കൂടുതലും കാണിക്കുന്നത്. പക്ഷേ എങ്കിൽ പോലും അദ്ദേഹം പറയുന്നുണ്ട് ഇങ്ങനെ ഹാർഡ് വർക്കിംഗ് ആണ്, അവർ ഡിഗ്ഗിങ് ആയിരുന്നു അവരുടെ വർക്കെങ്കിലും ഐ സെലക്റ്റഡ് അനദർ വേ എന്ന് അദ്ദേഹം പറയുന്നുണ്ട്. പക്ഷേ അദ്ദേഹം ഹാപ്പിയാണ്, ഈവൻ ദോ അത് റൈറ്റിംഗ് കരിയർ ആണെങ്കിൽ പോലും അദ്ദേഹം അത് വെച്ച് ഡിഗ് ചെയ്യുമെന്നാണ് പറയുന്നത്. സോ ഹി ഈസ് വെരി ഹാപ്പി വിത്ത് ദി ന്യൂ പ്രൊഫഷൻ. ആൻഡ് ദി സെക്കൻഡ് വൺ ഈസ് ഹാർഡ് വർക്ക്. അത് നമുക്ക് പ്രത്യേകിച്ച് പറയാനില്ല, ഇവിടെ ഹാർഡ് വർക്കിംഗ് മെൻറ്റാലിറ്റിയാണ് കാണിക്കുന്നത് ഓഫ് ഫാദർ ആൻഡ് ഗ്രാൻഡ് ഫാദർ. ആൻഡ് ഇവർ ഡിഗ് ചെയ്തിരുന്നത് എന്തിനായിരുന്നു, പൊട്ടറ്റോസിന് ഡിഗ് ചെയ്തിരുന്നു, അതുപോലെ പീറ്റിന് വേണ്ടി ഡിഗ് ചെയ്തു, അതുപോലെ ഫ്ലവർ ബെഡ് എന്നൊക്കെ പറയുന്നുണ്ട്. അതായത് ഈ ഹാർഡ് വർക്ക് പറയുമ്പോൾ മറ്റൊരു കാര്യം പറയേണ്ടത്, ഗ്രാൻഡ് ഫാദർ അവിടെയുള്ള ഏറ്റവും വലിയൊരു ഡിഗ്ഗറായിരുന്നു എന്നൊക്കെ പറയുന്നുണ്ട്, ഡിഗ് ചെയ്യുന്ന ആളായിരുന്നു എന്ന് പറയുന്നുണ്ട്. അതിൻ്റെ കാരണം എന്ന് പറഞ്ഞാൽ അയർലൻഡിൽ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ കോള് കിട്ടാൻ സാധ്യത വളരെ കുറവാണ്. അതായത് ഇവർക്ക് കത്തിക്കാനായിട്ട് ഫ്യൂവൽ കിട്ടണമെങ്കിൽ ഈ ഗ്രാസ് ലെയർ ഇങ്ങനെ കട്ട് ചെയ്തെടുത്തിട്ട് അതാണ് അവർ കത്തിക്കാൻ യൂസ് ചെയ്തിരുന്നത് ആസ് എ ഫ്യൂവൽ. അപ്പോൾ അതുകൊണ്ട് അതിന് അത്രയും ഇമ്പോർട്ടൻസ് അയർലൻഡിൽ അന്നുണ്ട്. അപ്പോൾ മണ്ണ് വെട്ടുക അല്ലെങ്കിൽ പുല്ല് വെട്ടുക എന്ന് പറയുന്നത് നിസ്സാര ജോലിയല്ല, ബിക്കോസ് ഇറ്റ്സ് ആക്ച്വലി ദ വേ ഓഫ് എന്താ പറയുക എ മെത്തേഡ് ഫോർ ഫ്യൂവലിന് വേണ്ടിയുള്ള ഒരു മെത്തേഡാണ് അവരുടെ. അപ്പോൾ അതുകൊണ്ട് തന്നെ അത്രയും ഹാർഡ് വർക്കിംഗ് ആയിട്ടുള്ള ഗ്രാൻഡ് ഫാദറും ആയിരുന്നു അദ്ദേഹത്തിനുള്ളത്. അപ്പോൾ ഡിഗ്ഗിങ് എന്ന് പറയുന്ന അത്രയും മോശം ജോലിയല്ല എന്നുള്ളത് ഓർക്കുക. ദെൻ ദ നെക്സ്റ്റ് വൺ ഈസ് ഡിഗ്നിറ്റി. അതായത് നേരത്തെ പറഞ്ഞ കോൺസെപ്റ്റ് തന്നെ ഈ സെലിബ്രേറ്റിംഗ് ദാറ്റ് എന്താ പറയുക ഡിഗ്നിറ്റി ബോത്ത് ഫോംസ് ഓഫ് വർക്ക്. അദ്ദേഹത്തിൻ്റെ എന്താ പറയുക പൈതൃകമായിട്ട് കിട്ടിയിട്ടുള്ള അല്ലെങ്കിൽ പാരമ്പര്യമായിട്ടുള്ള അവരുടെ ജോലി അദ്ദേഹം റെസ്പെക്റ്റ് ചെയ്യുന്നുണ്ട്, അതിൽ അദ്ദേഹത്തിന് ഒരു ഡിഗ്നിറ്റി ഉണ്ട്. ഈവൻ ദോ അദ്ദേഹം സെലക്ട് ചെയ്ത റൈറ്റിംഗ് കരിയർ ആണെങ്കിൽ പോലും അദ്ദേഹത്തിന് അതിലും എന്താ പറയുക വളരെ ഹാപ്പി ആയിട്ടുള്ളൊരു മെൻറ്റാലിറ്റിയാണ് കാണിക്കുന്നത്. ദെൻ ദി നെക്സ്റ്റ് വൺ ഈസ് ലേബർ. അതായത് വർക്കാണ് പറയുന്നത്, ഫിസിക്കൽ ഡിഗ്ഗിങ്ങും പറയുന്നുണ്ട്, അതുപോലെ തന്നെ റൈറ്റിംഗ് ആസ് എ ഫോം ഓഫ് ലേബർ അല്ലേ. എഴുതുക എന്ന് പറയുന്നത് ഒരു ജോലി തന്നെയാണ്, കുഴിക്കുക എന്ന് പറയുന്ന ഒരു ജോലിയാണ്. അപ്പോൾ രണ്ടും ഈ പറഞ്ഞ പോലെ ഇറ്റ്സ് എ വേ ഓഫ് ലേബർ തന്നെയാണ്, രണ്ടും ഒരു കൈൻഡ് ഓഫ് വർക്ക്സ് തന്നെയാണ്. അപ്പോൾ അതിൻ്റെ ഒരു തൊഴിലിൻ്റെ മഹാത്മ്യം എന്ന് പറയുന്നത്, ഏത് തൊഴിലിനും അതിൻ്റേതായിട്ടുള്ള ബുദ്ധിമുട്ടുണ്ട്, അത് കുഴിക്കുന്നതാണെങ്കിലും എഴുതുന്നതാണെങ്കിലും എന്താണെങ്കിലും. സോ അതിൻ്റെ ഇമ്പോർട്ടൻസ് നമുക്ക് കാണാൻ പറ്റും. ദെൻ ദ ലാസ്റ്റ് വൺ ഈസ് ട്രഡീഷൻ. ട്രഡീഷൻ എന്ന് പറയുന്നത് ഹൗ ട്രഡീഷൻസ് ക്യാൻ ബി കണ്ടിന്യൂഡ് ഇൻ ന്യൂ ഫോംസ് അല്ലേ. അതായത് പാരമ്പര്യമായിട്ട് കിട്ടിയിരുന്ന ജോലി കുഴിക്കുക എന്നാണെങ്കിൽ പോലും അദ്ദേഹം ആ പാരമ്പര്യം പിന്തുടരുന്നില്ലെങ്കിൽ പോലും ഞാൻ ഇത് വെച്ച് കുഴിക്കുമെന്നാണ് പറയുന്നത് പെൻ കാണിച്ചിട്ട്. സോ അത് അദ്ദേഹം ആ ട്രഡീഷൻ അദ്ദേഹം മാനിക്കുന്നുണ്ട്, അവരുടെ ആ ഒരു പാരമ്പര്യത്തെ അദ്ദേഹം മാനിക്കുന്നുണ്ട്. ഗ്രാൻഡ് ഫാദറും ഉപയോഗിച്ചത് സ്പെയ്ഡ് ആണെങ്കിൽ ഞാനിവിടെ ഉപയോഗിക്കുന്നത് ഇൻസ്റ്റെഡ് ഓഫ് സ്പെയ്ഡ് ഐ എം യൂസിങ് പെൻ, ഞാൻ പെൻ യൂസ് ചെയ്യുന്നു എന്നേ ഉള്ളൂ. സോ സ്പിരിറ്റ് ഓഫ് ഹാർഡ് വർക്ക്സ് റിമെയിൻസ് ദ സെയിം. രണ്ടിലും നമ്മുടെ ഹാർഡ് വർക്ക് ചെയ്യാനുള്ള ആ ഒരു സ്പിരിറ്റ് എന്ന് പറയുന്നത് സെയിം തന്നെയാണ്. ദെൻ ദി നെക്സ്റ്റ് വൺ ഈസ് ഹിസ്റ്റോറിക്കൽ സിഗ്നിഫിക്കൻസ്. ഇതിലുള്ള ഹിസ്റ്റോറിക്കൽ സിഗ്നിഫിക്കൻസ് എന്താണെന്ന് വെച്ചാൽ ഇറ്റ് പോർട്രേസ് ദ ലൈഫ്സ് ഓഫ് ഹാർഡ് വർക്കിംഗ് ഐറിഷ് പീപ്പിൾ. ഐറിഷ് പീപ്പിളിൻ്റെ ആ ഒരു ഹാർഡ് വർക്കിംഗ് മെൻറ്റാലിറ്റിയാണ്, അല്ലെങ്കിൽ അവരുടെ ഹാർഡ് വർക്കിംഗ് സ്പിരിറ്റാണ്, അല്ലെങ്കിൽ അവരുടെ സ്കില്ലാണ് ഇവിടെ എടുത്തു കാണിക്കുന്നത് ബൈ ദി മോഡൽസ് ഫ്രം ദി റൈറ്റേഴ്സ് ഫാമിലി മെമ്പേഴ്സ് ലൈക്ക് ഫാദർ ആസ് വെൽ ആസ് ഗ്രാൻഡ് ഫാദർ. പിന്നെ അതുപോലെ തന്നെ mid-20th century അയർലൻഡിനെയാണ് ഇവിടെ ഫോക്കസ് ചെയ്യുന്നത്. അതായത് അയർലൻഡിൽ ഒരു കോൺഫ്ലിക്റ്റ് ഉണ്ടായിരുന്നു, ആ കോൺഫ്ലിക്റ്റിൻ്റെ പേര് ദ ട്രബിൾസ് എന്നായിരുന്നു. ഈ കോൺഫ്ലിക്റ്റ് എന്ന് പറയുന്നത് അവിടുത്തെ ഒരു വംശീയ അല്ലെങ്കിൽ നാഷണലിസ്റ്റിക് ആയിട്ടുള്ള കുറച്ച് പൊളിറ്റിക്കൽ അധികാരങ്ങളുടെയൊക്കെ ഭാഗമായിട്ട് നിലനിന്നിരുന്ന ഒരു പ്രശ്നമാണ്, അല്ലെങ്കിൽ ഒരു കലാപം, ഒരു സംഘർഷമായിരുന്നു ഈ ഒരു കോൺഫ്ലിക്റ്റ്. ദ ട്രബിൾസ് എന്നാണ് അതിൻ്റെ പേര്. പക്ഷേ ഇത് നോർത്തേൺ അയർലൻഡിൽ
മുതലാണ് സ്റ്റാർട്ട് ചെയ്തെങ്കിലും പിന്നീട് യൂറോപ്പിലും ഇംഗ്ലണ്ടിലൊക്കെ ഇതിൻ്റെ ഒരു സ്വാധീനം ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആയിരുന്നു. അത് ഭയങ്കരമായിട്ട് മറ്റ് രാജ്യങ്ങളെ ഇൻഫ്ലുവൻസ് ചെയ്തിരുന്നു. അപ്പോൾ അന്നുണ്ടായ സൊസൈറ്റൽ ചേഞ്ചസിനൊക്കെയാണ് പോയറ്റ് ഇവിടെ എന്താണ് അദ്ദേഹത്തിൻ്റെ ഫാമിലി അല്ലെങ്കിൽ അന്നുണ്ടായിരുന്ന ഐറിഷ് പീപ്പിളിൻ്റെ അനുഭവിച്ചിരുന്ന ബുദ്ധിമുട്ടുകൾ അതൊക്കെ കുറച്ചും കൂടി ഫോക്കസ് ചെയ്യാനാണ് ഈ ഒരു പോയത്തിൽ ഈ ഒരു ഹാർഡ് വർക്കിംഗ് അല്ലെങ്കിൽ ആളുകളുടെ ആ ഒരു എന്താണ് കഠിനാധ്വാനികളായിട്ടുള്ള ഐറിഷ് പീപ്പിളിന് ഇമ്പോർട്ടൻ്റ് ആയിട്ട് കൊടുത്തിരിക്കുന്നത്, അല്ലെങ്കിൽ വളരെ അവർക്ക് കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുക്കാൻ സാധ്യത അതാണ്. ആ ഒരു കോൺഫ്ലിക്റ്റിൽ അവർ അനുഭവിച്ച കുറേ കാര്യങ്ങളുണ്ട്. അപ്പോൾ അതാണ് അന്നത്തെ സൊസൈറ്റൽ ചേഞ്ചസ് കൂടിയാണ് ഈ ഒരു വർക്കിൽ ഡിസ്കസ് ചെയ്യുന്നുള്ളത് പറയുന്നുണ്ട്. ആൻഡ് അതുപോലെ തന്നെ പിന്നെ നമ്മൾ ഗണ്ണെന്ന് പറയുന്നുണ്ട്. സോ ആ ഒരു വയലൻസ്, ആ ഒരു കോൺഫ്ലിക്റ്റിൻ്റെ ആ ഒരു ഇമ്പോർട്ടൻസ് കാണിക്കാനാണ് ആ ഗണ്ണിനെ യൂസ് ചെയ്തിരിക്കുന്നത്. ആൻഡ് നെക്സ്റ്റ് ഐ ആം മൂവിങ് ടു സിമ്പിൾസ്. ദ ഫസ്റ്റ് സിമ്പിൾ ഈസ് ദി പെൻ. ഇവിടെ പെൻ എന്ന് പറയുന്ന സിമ്പിൾ എന്ന് പറഞ്ഞിട്ട് ഇൻഡിക്കേറ്റ്സ് ദ ഐഡിയ ഓഫ് വർക്ക് ആസ് എ റൈറ്റർ, അല്ലേ? ഈ റൈറ്റർ അദ്ദേഹത്തിൻ്റെ റൈറ്റിംഗ് കരിയർ സ്റ്റാർട്ട് ചെയ്തിരിക്കുന്നു, അല്ലെങ്കിൽ അദ്ദേഹം എഴുതാനിരിക്കുകയാണ്. അപ്പം അദ്ദേഹത്തിൻ്റെ സ്പെയ്ഡ് അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ ടൂൾ വെപ്പൺ എന്ന് പറയുന്നത് ഇറ്റ് ഈസ് പെൻ. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ആ ഒരു റൈറ്റിംഗ് കരിയർ അതിനെയാണത് ആസ് എ വർക്ക് അത് ഇൻഡിക്കേറ്റ് ചെയ്യുന്നത്. ദെൻ ദി നെക്സ്റ്റ് സിമ്പിൾ ഈസ് സ്പെയ്ഡ്. സ്പെയ്ഡ് നമുക്കറിയാം അദ്ദേഹത്തിൻ്റെ ഫാദറും ഗ്രാൻഡ് ഫാദറും യൂസ് ചെയ്തിരുന്ന സെയിം വെപ്പണാണ് ഫോർ ദ വർക്ക്. അത് ഫിസിക്കൽ ലേബറിനെ സിഗ്നിഫൈ ചെയ്യുന്നു, അതുപോലെ ഒരു ട്രഡീഷൻ, അതുപോലെ ഹാർഡ് വർക്ക്, അതൊക്കെ തന്നെയാണ്. ദെൻ ദി തേർഡ് സിമ്പിൾ ഈസ് ഗൺ. അത് ഞാൻ നേരത്തെ പറഞ്ഞു, ഗൺ എന്ന് പറയുന്നത് ഇറ്റ് ഈസ് ആക്ച്വലി പവർഫുൾ വെപ്പണാണ്. നമുക്കൊരിക്കലും പേനയുടെയും അതുപോലെ തന്നെ സ്പെയ്ഡിൻ്റെ ഒക്കെ കൂട്ടത്തിൽ ഷവലിൻ്റെ കൂട്ടത്തിൽ നമുക്ക് ഗണ്ണിനെ വെക്കാൻ പറ്റില്ല. ബിക്കോസ് ഗൺ റെപ്രസെൻറ്റ് ഭയങ്കര ഒരു നെഗറ്റീവ് ഇമ്പാക്റ്റാണ്, അല്ലെങ്കിൽ ഒരു വയലൻസിനെയാണ് അത് ഫോക്കസ് ചെയ്യുന്നത്. സോ പെൻ ആസ് എ ഗൺ എന്ന് പറയുമ്പോൾ എന്താ പറയുക, ഗണ്ണിൽ നിന്ന് വരുന്ന അത്രയും എന്താ പറയുക കാര്യങ്ങൾ, അല്ലെങ്കിൽ അത്രയും പവർഫുൾ ആയിട്ടുള്ള കാര്യങ്ങൾ, അല്ലെ? ഗണ്ണിന് ഒരാളെ കൊല്ലാൻ പറ്റും, അതുപോലെ തന്നെ പേനയ്ക്കും അതുപോലെ ശക്തി ഉണ്ടെന്നുള്ളൊരു കോൺസെപ്റ്റാണ് കാണിക്കുന്നത്. ദാറ്റ് ഈസ് ദ പവർ ഓഫ് വേർഡ്സ്. ദെൻ നെക്സ്റ്റ് സിമ്പിൾ ഈസ് പൊട്ടറ്റോസ്. പൊട്ടറ്റോസ് എന്ന് പറയുന്നത് ഐറിഷ് പീപ്പിളിൻ്റെ ഡയറ്റിൽ അല്ലെങ്കിൽ അവരുടെ മെനുവിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഫുഡ് പാർട്ടാണ് നമ്മുടെ പൊട്ടറ്റോസ്, ഉരുളക്കിഴങ്ങ് എന്ന് പറയുന്നത്. ഉരുളക്കിഴങ്ങില്ലാതെ അവർക്ക് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഡിഷ് കൊണ്ടുപോകുക എന്ന് പറയുന്നത് വളരെ പ്രശ്നമുള്ള കാര്യമാണ്. സോ അവരുടെ ആ ഒരു ലൈഫ് സ്റ്റൈലും അല്ലെങ്കിൽ ഫാമിലി മെമ്മറീസും അതുപോലെ തന്നെ അവരുടെ ആ ഒരു ഫുഡ് കൾച്ചറൊക്കെ കാണിക്കാൻ വേണ്ടിയിട്ടാണ് ഇവിടെ പൊട്ടറ്റോസിനെ ഇൻഡിക്കേറ്റ് ചെയ്യുന്നത്. ദെൻ ദ നെക്സ്റ്റ് സിമ്പിൾ ഈസ് മിൽക്ക്. അതെ, ഗ്രാൻഡ് ഫാദറിന് മിൽക്ക് കൊണ്ടുപോയി കൊടുത്തെന്നൊക്കെ പറയുന്നുണ്ട്. ഇറ്റ് ഇൻഡിക്കേറ്റ്സ് ദാറ്റ് സസ്റ്റനൻസ്, അവരുടെ ആ ഒരു നിലനിൽപ്പ് അല്ലെങ്കിൽ അവരുടെ ഉപജീവന മാർഗ്ഗമാണ് അത് കാണിക്കുന്നത്. അതുപോലെ തന്നെ ദ ബ്യൂട്ടിഫുൾ ആസ്പെക്റ്റ് ഓഫ് റൂറൽ ലൈഫിൻ്റെ ഗ്രാമീണ ഭംഗിയുടെ ഒരു ഛായയൊക്കെയാണ് അവിടെ ഈ മിൽക്ക് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ആൻഡ് ഓൾസോ അതിൽ വേറൊരു കാര്യം പറയുന്നുണ്ട്, മിൽക്ക് ബോട്ടിൽ അടപ്പുണ്ടായില്ല, ബട്ട് അദ്ദേഹം അത് ഒരു പേപ്പർ വെച്ച് അടച്ചെന്നാണ് പറയുന്നത്. സോ ഇറ്റ് ആക്ച്വലി ഫോക്കസസ് ദി ഫാക്ട് ദാറ്റ് ദിസ് പെർട്ടിക്കുലർ മിൽക്ക് ഈസ് ഫ്രം ദ ഫാം, അവർക്കുള്ള ഫാമിൽ നിന്നാണ് ആ പാല് എത്തിച്ചിരുന്നത് എന്നുള്ളൊരു ഐഡിയ കൂടി അവിടെ ഉണ്ട്. സോ അതാണ് ആ റൂറൽ ലൈഫിൻ്റെ ഒരു ഭംഗി കാണിക്കുന്നത്. ദെൻ ഐ മൂവിങ് ടു സം പോയറ്റിക് ഡിവൈസസ്. ഇതിൽ ഒരുപാട് പോയറ്റിക് ഡിവൈസസ് ഉണ്ട്, പക്ഷേ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് പറയുന്ന 2 പോയറ്റിക് ഡിവൈസസ് ആണുള്ളത്. ദ ഫസ്റ്റ് വൺ ഈസ് ഡിഗിങ് എന്നുള്ള വേർഡ് ഇറ്റ് സെൽഫ്, അതായത് കുഴിക്കുക എന്ന് പറയുന്നത് വി ക്യാൻ സീ ഡയറക്ട്ലി ഡിഗിങ് എന്ന് പറയുമ്പം 2 അർത്ഥമാണ് അവിടെ ഉദ്ദേശിക്കുന്നത്. ആസ് എ ഫിസിക്കൽ ആക്ട് ഓഫ് ഡിഗിങ്, അതുപോലെ തന്നെ റൈറ്റിംഗ് വിത്ത് എ പെൻ, അതായത് സ്പെയ്ഡ് വെച്ച് ഡിഗ് ചെയ്യുന്നതും പെൻ വെച്ച് ഡിഗ് ചെയ്യുന്നത് എന്ന് പറയുന്നത് രണ്ടിനും ഈസ് യൂസിങ് ദ സെയിം വേർഡ് ഡിഗിങ്. ആൻഡ് ഒരു ലൈനുണ്ട്, ഐ ഡിഗ് വിത്ത് ഇറ്റ്, ലാസ്റ്റ് പറയുന്നത് ഞാൻ ഇത് വെച്ച് ഡിഗ് ചെയ്യും എന്നയാൾ പറയുന്നുണ്ട്. വിച്ച് ഷോസ് ദാറ്റ് പെൻ ആസ് എ ടൂൾ ലൈക്ക് എ സ്പെയ്ഡ് ആസ് എ ടൂൾ, അല്ലേ? പെന്ന് ഒരു ടൂളാണ് സ്പെയ്ഡ് പോലെ തന്നെ റൈറ്റിങ്ങിന്, മറ്റേത് ഫിസിക്കൽ ലേബറിന്. അപ്പോൾ ആ ഒരു കമ്പാരിസൺ കാണിക്കാനാണ് അവിടെ ആ ഒരു മെറ്റഫർ യൂസ് ചെയ്തിരിക്കുന്നത് ഡിഗിങ് എന്നുള്ളത്. ദെൻ വി ക്യാൻ സേ സിമിലി നമുക്കറിയാമല്ലോ, ആസും ലൈക്കും വെച്ചിട്ടൊരു നമ്മൾ കമ്പാരിസൺ നടത്തുകയാണ്. അപ്പം സ്നഗ് ആസ് എ ഗൺ എന്ന് പറയുന്നത് അദ്ദേഹത്തിൻ്റെ കയ്യിലെ പേന ഇരിക്കുന്നത് ഇറ്റ് ആക്ട്സ് ലൈക്ക് എന്താ പറയുന്നത് പറഞ്ഞ പോലെ ഇറ്റ് സ്നഗ് ആസ് എ ഗൺ എന്ന് പറയുന്നത്, അതായത് ഭയങ്കര കംഫർട്ടബിളാണ്, ഒരു ഗണ്ണ് പോലെ തന്നെ വളരെ കംഫർട്ടബിളാണ് അദ്ദേഹത്തിൻ്റെ കയ്യിലിരിക്കുന്ന പേന എന്ന് പറയുന്നുണ്ട്. സോ അതും ഒരു എന്താ പറയുക, പേനയെ ഈ പറഞ്ഞ പോലെ അത്രയും കംഫർട്ടബിൾ ആയിട്ടുള്ള ഒരു സാധനമാണ് പേന. അപ്പോൾ അത് ഇരിക്കുന്നത് അത്രയും കംഫർട്ടബിൾ ആയിട്ടുള്ള ഒരു ഗൺ ഇരിക്കുന്ന പോലെയാണെന്നാണ്, ഭയങ്കര കോൺട്രാസ്റ്റ് ആയിട്ടുള്ള കാര്യമാണ്, പക്ഷേ അത് വളരെ ബ്യൂട്ടിഫുൾ ആയിട്ട് എന്താ പറയുക കമ്പാരിസൺ ചെയ്ത് പോയിട്ടുണ്ട് ബൈ യൂസിങ് ദ വേർഡ് ആസ്. അപ്പോൾ അതാണ് സിമിലി എന്ന് പറയുന്നത്. സോ ഐ തിങ്ക് ഇറ്റ്സ് ക്ലിയർ. So for more literature content videos, just subscribe my YouTube channel Nutshell Lines. Let's learn something fruitful in a few words. Thank you so much.